ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡൈസിൻ്റെ കുറച്ച് തിയറീസ്, ഡൈസ് എന്താണ്, ഡൈസിൻ്റെ തിയറീസ്, കളർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തിയറീസ് പഠിച്ചു. വിറ്റ്സ് തിയറി, ദെൻ റെസണൻസ് തിയറി, വാലൻസ് ബോണ്ട് തിയറി. ഒരു ഡൈ ആകാൻ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൈസ് പഠിച്ചു. അതിൽ കുറേയേറെ ഡൈസുകൾ പഠിച്ചു. ആൻഡ് ദെൻ നമ്മൾ സിന്തസിസ് ഓഫ് സം ഡൈസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് തുടങ്ങിയത്. അതിൽ മീഥൈൽ ഓറഞ്ചും കോൺഗോ റെഡും എടുത്തു കഴിഞ്ഞു. അപ്പം മീഥൈൽ ഓറഞ്ചും കോൺഗോ റെഡും വളരെ പ്രധാനമായിട്ടുള്ള ഡൈകളാണ്. എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് മീഥൈൽ ഓറഞ്ച്, കോൺഗോ റെഡ്. ഡൈസിൻ്റെ സിന്തസിസ് പഠിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാണ്, ഉണ്ടാവേണ്ട പ്രോഡക്റ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് സ്ട്രക്ചർ ഓർമ്മ വേണം. കാരണം സ്വാഭാവികമായിട്ട് വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാൻ നല്ല പാടായിരിക്കും. സോ ആ സ്ട്രക്ചർ ഓർത്ത് വെക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് ഫിനോഫ്തലിൻ. നമ്മൾ ലാബുകളിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. ഫിനോഫ്തലിൻ ഉണ്ടാകുന്നത് താലിക് അൺഹൈഡ്രൈഡും ഫീനോളും കൂടി ചേർന്നിട്ടാണ് ഫിനോഫ്തലിൻ ഉണ്ടാകുന്നത് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. സോ യു ഷുഡ് നോ ദ സ്ട്രക്ചർ ഓഫ് താലിക് അൺഹൈഡ്രൈഡ്, ഫീനോള് ആൻഡ് ഉണ്ടാവുന്ന ഫിനോഫ്തലിൻ്റെ സ്ട്രക്ചർ. സോ ഇങ്ങനെ വരയ്ക്കുക. 2 മോൾ ഫീനോളും 1 മോൾ താലിക് അൺഹൈഡ്രൈഡും ആണ് എടുക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ട് അവർ റിയാക്ഷൻ പറഞ്ഞു തന്നെയാണ് അവർ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ റിമെമ്പർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, റിയാക്റ്റൻസ് രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഫീനോള് 2 മോള് മീൻസ് 2 ഫീനോൾ എടുക്കുന്നു. ദെൻ 1 മോള് എന്തെടുക്കുന്നു, താലിക് അൺഹൈഡ്രൈഡ്. താലിക് അൺഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ C ഡബിൾ ബോണ്ടോ O വരുന്നതാണ് താലിക് അൺഹൈഡ്രൈഡ്. 2 C ഡബിൾ ബോണ്ടോയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഓക്സിജനും, അതാണ് താലിക് അൺഹൈഡ്രൈഡിൻ്റെ സ്ട്രക്ചർ. സോ അവിടുന്ന് ഫീനോളുടെ ഇതിൽ നിന്ന് 2 ഹൈഡ്രജൻ, 2 ഫീനോളിൽ നിന്ന് 2 ഹൈഡ്രജനും താലിക് അൺഹൈഡ്രൈഡിൻ്റെ ഒരു ഓക്സിജനും കൂടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ എന്താണെന്ന് പറയുന്നത് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ എച്ചും ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും പോയി കഴിയുമ്പോൾ ഈ കാർബണിലേക്ക് ഒരു കണക്ടിവിറ്റി വരും ഇങ്ങനെ. ആൻഡ് ദെൻ ഈ ഫീനോളിന് മറ്റ് ഫീനോളിനും സെയിം കാർബണിലേക്ക് തന്നെ കണക്ടിവിറ്റി വരും. അതാണ് ഈ ഒരു കണക്ടിവിറ്റി കാണിച്ചിരിക്കുന്നത്. അതേ ഉള്ളൂ, ബാക്കി സ്ട്രക്ചറിനകത്ത് ഒരു വ്യത്യാസം വരുന്നില്ല. നമുക്ക് കിട്ടിയ ഡൈ ഏതാണ്, ഫിനോഫ്തലിനാണ്. ഓക്കെ. ഫിനോഫ്തലിൻ നമുക്കറിയാം ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആസിഡിൽ കളർലെസ്സും ന്യൂട്രൽ ആൽക്കലൈൻ മീഡിയത്തിൽ പിങ്ക് കളറും കാണിക്കുന്ന ഒരു ഡൈ ആണ് എന്തെന്ന് പറയുന്നത്, ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ് ഫ്ലൂറസീൻ എന്ന് പറയുന്ന ഡൈ. അതൊരു സാന്തീൻ ഡൈ എന്ന് പറയാം നമ്മളതിനെ. അതും താലിക് അൺഹൈഡ്രൈഡ് വെച്ച് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ റിസോഴ്സിനോൾ എന്ന് പറയുന്ന റിയേജൻ്റ് ആണ് വരുന്നത്. ഫീനോൾ അല്ല, റിസോഴ്സിനോൾ ആണ്. റിസോഴ്സിനോളുടെ പ്രത്യേകത എന്താണ്, രണ്ട് OH ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ റിസോഴ്സിനോൾ എന്ന് പറയുന്നത്. 2 OH ഗ്രൂപ്പ്സ്. ഓക്കെ. 1:2 മോളാർ റേഷ്യോയിൽ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്കത് നോക്കാം. ഇതാണ് റിസോഴ്സിനോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. 2 OH ഗ്രൂപ്പ്സ്. ഓക്കെ. ഇതിവിടെയും 2 OH ഗ്രൂപ്പ്സ്. ഓക്കെ. ആൻഡ് നമ്മൾ ഇതാണ് താലിക് അൺഹൈഡ്രൈഡ്. താലിക് അൺഹൈഡ്രൈഡിന് ഒരു വ്യത്യാസമില്ല. ഫിനോഫ്തലിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നൊരു മോളിക്യൂൾ വാട്ടർ പോകും, അഡീഷണൽ ആയിട്ട് വേറൊരു വാട്ടർ പോകും. അതാണ് റിസോഴ്സിനോളിൻ്റെ OHും റിസോഴ്സിനോളുടെ OHും ഒരു റിസോഴ്സിനോളുടെ Hഉം കൂടി ചേർന്ന് ഇവിടെ ഒരു വാട്ടർ പോകും. അങ്ങനെ അവിടെ ഒരു ഓക്സിജൻ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബോണ്ടാണ് നമുക്ക് വരുന്നത്. അതാണ് ഈ ബോണ്ട് കാണിച്ചിരിക്കുന്നത്. മറ്റു ബോണ്ട് എന്ന് പറയുന്നത് ഏതാണ്, ഇത് കാർബണിലേക്ക് കണക്റ്റ് ആവും. അതാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഫ്ലൂറസീൻ നമ്മൾ റിയാക്റ്റൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഡൈസിൻ്റെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഡൈല്യൂട്ട് ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ഗ്രീൻ ഫ്ലൂറസീൻ ഫോം ചെയ്യും. റെഡ് പൗഡർ ആണ്, വിച്ച് ഈസ് ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ്. പിന്നെ സോഡിയം സോൾട്ട് ഓഫ് ഫ്ലൂറസീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യുറാനിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വൂൾ ആൻഡ് സിൽക്കിൽ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. സോ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഡൈ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫ്ലൂറസീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അല്ലീസാരിൻ, ഒരു ആന്ത്രാക്വിനോൺ ഡൈ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലൂക്കോസൈഡ്, റൂബെർട്രിക് ആസിഡ് അങ്ങനത്തെ സാധനങ്ങളിലെല്ലാം കാണാൻ പറ്റുന്ന ഒരു ഡൈ ആണ് അല്ലീസാരിൻ എന്ന് പറയുന്നത്. അല്ലീസാരിൻ സിന്തറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് താലിക് അൺഹൈഡ്രൈഡും ബെൻസീനിൽ നിന്നുമാണ്. ഓക്കെ.
സോ ഇവിടെ താലിക് അൺഹൈഡ് എടുക്കുന്നു, ബെൻസീൻ എടുക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് അലുമിനിയം ക്ലോറൈഡ്. ബെൻസീൻ ഈസ് ഗെറ്റിംഗ് അറ്റാച്ച്ഡ് ടു ദിസ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. എന്താണ് ഇവിടെ COOH ബെൻസീൻ റിങ് കണക്റ്റായി. ഈ ഓക്സിജൻ ഉണ്ട്, ഈ ഓക്സിജൻ അത് കണക്റ്റ് ആവും. ദെൻ ബെൻസീൻ്റെ ഒരു ഹൈഡ്രജനും കൂടി വരും. ഓക്കെ, സോ ബെൻസീൻ കണക്റ്റ് ആവുന്നു. നെക്സ്റ്റ് H2SO4 വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് അതൊരു ആന്ത്രാക്വിനോൺ ആയിട്ട് മാറുന്നു. ഓക്കെ, ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ടോ മെയിൻറ്റെയിൻ ചെയ്ത് ബെൻസീൻ അപ്പുറം ഇപ്പുറം ബെൻസീൻ റിങ്ങുകൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ സൾഫോണേഷൻ ആണ് നടത്തുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു SO3H എന്ത് ചെയ്യുന്നു, SO3H ഗ്രൂപ്പ് വരുന്നു. കണ്ടോ, ഇവിടെ ഒരു SO3H ഗ്രൂപ്പ്. ബാക്കി സ്ട്രക്ചറിലൊന്നും വ്യത്യാസമില്ല. 2 ആന്ത്രാക്വിനോൺ സൾഫോണിക് ആസിഡ് നമുക്ക് കിട്ടുന്നു. NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു, ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്ത് നടക്കുന്നു, സോൾട്ട് കിട്ടുന്നു. സോ SO3Na ആയി മാറുന്നു. ഓക്കെ, ഇതൊരു സിൽവർ സോൾട്ട് ആണ്. കാരണം എന്താണ്, ഇതിന് സിൽവർ ലൈക്ക് ക്രിസ്റ്റൽസ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ സിൽവർ സോൾട്ട് എന്ന് നമ്മൾ വിളിക്കാറ്. ആൻഡ് ദെൻ കുറച്ച് റിയേജൻസ് NaOH NaClO3 വെച്ചുള്ള റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അല്ലിസാരിൻ എന്ന് പറയുന്നത് മീൻസ് എന്താണ്, 1-2 പൊസിഷനിൽ OH ഗ്രൂപ്പ്സ് വരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ അല്ലിസാരിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 ബെൻസീൻ റിങ്, നടുക്ക് എന്താണ് ക്വിനോയിഡ് സ്ട്രക്ചറുള്ള ആന്ത്രാക്വിനോൺ റിങ് ആണുള്ളത്. ഡബിൾ ബോണ്ടോ ആൻഡ് ദെൻ റൈറ്റ് സൈഡിലെ ബെൻസീൻ റിങ്ങിൽ 1-2 പൊസിഷനിൽ എന്തുണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്. അല്ലിസാരിനാണിത്. ഓക്കെ, അല്ലിസാരിൻ റൂബി റെഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. ആൽക്കഹോളിൽ ഫെയർലി സോലുബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് മോഡേൺ ഡൈ യൂസ്ഡ് ടു ഡൈ വൂള്, കോട്ടൺ എന്നുപോലത്തെ എന്താണ് കാര്യങ്ങളെ ഡൈ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ദെൻ ഇൻഡിഗോ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾഡസ്റ്റ് ഡൈ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓൾഡസ്റ്റ് വാറ്റ് ഡൈ ആണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഓക്കെ, കാർബണൈൽ ക്രോമോഫോർ ഉള്ള ഒരു ഡൈയുടെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻഡിഗോ എന്ന് പറയുന്നത്. ആന്ത്രാനിലിക് ആസിഡിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. സോ അതിന് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. ഇൻഡിഗോ എന്ന് പറയുന്ന ഡൈയുടെ സ്ട്രക്ചർ ഓർത്ത് വെക്കാൻ നല്ല പാടാണ്. പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പഠിക്കുക. പക്ഷേ ഫിനോഫ്തലിൻ, ഫ്ലൂറസിൻ, അല്ലിസാരിൻ, മീഥൈൽ ഓറഞ്ച്, കോൺകോറൈഡ് ഇത്രയും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. ഓക്കെ, സോ ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു വാറ്റ് ഡൈ ആണ്. ആന്ത്രാനിലിക് ആസിഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ ആന്ത്രാനിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ClCH2COOH ക്ലോറോ അസിറ്റിക് ആസിഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനെ ട്രീറ്റ് ചെയ്യുകയാണ്. ക്ലോറോ അസിറ്റിക് ആസിഡ് എന്ന് പറയാൻ കാരണം എന്താണ്, ഇറ്റ്സ് ആക്ച്വലി CH3COOH. അതിൻ്റെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ക്ലോറിൻ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത് ക്ലോറോ അസിറ്റിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഈ NH2ൻ്റെ Hഉം Clഉം കൂടി HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ആൻഡ് CH2 എന്ത് ചെയ്യുന്നു, CH2COOH ഇവിടെ അറ്റാച്ച്ഡ് ആവുന്നു. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് NHCH2. ആൻഡ് അതൊരു റിങ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം അത് താഴോട്ട് ഒരു റിങ് ആയിട്ട് വരയ്ക്കാനായിട്ടാണ് CH2COOH. ഓക്കെ, ഇനി NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോകുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോകുന്നു. ആൻഡ് ദെൻ നമുക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ ഇൻഡോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൈറോൾ പോലത്തെ റിംഗ് ആണ് വന്നത്. NHCOOH OH അതിൻ്റെ സബ്സ്റ്റിറ്റ്യുവൻസ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ കാർബോക്സിലേഷൻ നടത്തുമ്പോൾ ഇവിടുന്ന് എന്ത് പോകുന്നു, CO2 പോകുന്നു. സോ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇൻഡോക്സിൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ എത്തുന്നു. ആൻഡ് ദെൻ ഇവിടെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താണ് ഇൻഡിഗോ എന്ന് പറയുന്ന ഡൈ കിട്ടുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പഠിക്കാനില്ല. ഇൻഡിഗോ എന്ന് പറയുന്ന ഡൈയുടെ ഇതാണ് ഫോർമുല വരുന്നത്. ബുദ്ധിമുട്ടാണെന്ന് അറിയാം, ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, ഡാർക്ക് ബ്ലൂ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ്, വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. കോട്ടൺ ഡൈ ചെയ്യാനാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. കളറ് എന്തായിരിക്കും, ലൈറ്റിനും വാഷ് ചെയ്താൽ ലൈറ്റ് എക്സ്പോസ്ഡ് ആയാലും എന്തായിരിക്കും അതിൻ്റെ കളറ് സ്റ്റേബിൾ ആയിരിക്കും ഇൻഡിഗോ എന്ന് പറയുന്ന ഡൈയുടെ. ഓക്കെ,
ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കോമ്പൗണ്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കളർലെസ് കോമ്പൗണ്ട് ആയിരിക്കും, കളർ ഇല്ലാത്ത കോമ്പൗണ്ട് ആയിരിക്കും. പക്ഷേ UV റീജിയനിൽ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് എന്ത് ചെയ്യുന്നു, അവർക്ക് എമിറ്റ് ചെയ്യാൻ കഴിയുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ വൈറ്റ്നിങ് എഫക്റ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. എൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. കുറച്ചധികം ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നസ് ഉണ്ട്. Blanc4R, Blanc4 WT, ടിനോപാൽ BV എന്ന് പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പറ്റില്ല. അതിൻ്റെ സ്ട്രക്ചേഴ്സ് ജസ്റ്റ് പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് നമുക്ക് ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് A പാർട്ടിൽ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഴുതി, ഡെഫിനിഷൻ എഴുതി, കുറച്ച് എക്സാമ്പിൾസ് എഴുതി നമുക്ക് അവരുടെ കോമൺ യൂസസ് എഴുതാൻ പറ്റും. കോമൺ യൂസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോണ്ട്രി ഡിറ്റർജൻസ് ആയിട്ട് കൂടുതലും ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നസിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസിൽ യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് വൈറ്റ് ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, പേപ്പേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഹൈ ബ്രൈറ്റ്നസ് ഉള്ള പേപ്പേഴ്സിലെല്ലാം ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കോസ്മെറ്റിക്സിലും ഇവരുടെ യൂസ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതായിരുന്നു ഡൈസ് എന്ന് പറയുന്ന പോർഷൻ. സോ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഡൈസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ തിയറീസ്, വിറ്റ്സ് ക്രോമോഫോർ തിയറി, വിറ്റ്സ് ക്രോമോഫോർ ഓക്സോക്രോം തിയറി, അത് പഠിച്ചിരിക്കണം. പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. തിയറി ഓഫ് കളർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, റെസൊണൻസ് തിയറി, വാലൻസ് ബോണ്ട് തിയറി, ആൻഡ് ഡൈ എന്താണ്. ക്ലാസിഫിക്കേഷൻ ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് ക്ലാസിഫിക്കേഷനിൽ ഇന്ന ഡൈയുടെ ഇതിനകത്തുനിന്ന് എടുത്തു ചോദിക്കാം, എന്താണ് നൈട്രോ ആൻഡ് നൈട്രസോ ഡൈസ്, എന്താണ് ഡൈഫിനൈൽ മീഥൈൻ ഡൈസ്, ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ അങ്ങനെ ചോദിക്കാം. ആൻഡ് മോഡേൺ ഡൈസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില ഡൈകളുടെ സിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.